നമസ്കാരം. മനുഷ്യർക്ക് പേടി കൂടുമ്പോഴാണ് പരസ്പര ബന്ധമില്ലാതെ പലതും പറയുന്നത്. മുമ്പൊക്കെ രാത്രി മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തിറങ്ങുമ്പോൾ പറമ്പിലെ വാഴയിലെ കാറ്റത്തൊന്ന് അനങ്ങിയാൽ അപ്പോൾ ഇരുട്ടത്തേക്ക് നോക്കി ഉറക്കെ ചോദിക്കും, ആരടാ അവിടെ, എന്നെ പേടിച്ച് പതുങ്ങി നിൽക്കുവാണോ എന്ന്. ഇത് ജീവിതത്തിൽ പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ PA മുഹമ്മദ് റിയാസിന്റെ വെല്ലുവിളി കേട്ടിട്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ പേടിക്കേണ്ടവർ പേടിച്ചാൽ മതി എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വിശാല മനസ്സുകൊണ്ട് പറയുന്നതാണ്. ഉള്ളു കിടുങ്ങുന്നത് പുള്ളിക്കേ അറിയൂ. നിയമപരമായി ED നടത്തുന്ന അന്വേഷണങ്ങൾക്ക് ആരും എതിരല്ല എന്നും BJPയുടെ ഭരണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ പൊതുവായ അവസ്ഥയെക്കുറിച്ച് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ മുഹമ്മദ് റിയാസ് ആ നിലപാട് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും രാജ്യത്ത് നടക്കുന്നത് എന്നും പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും തന്റെ രണ്ടാം ഭാര്യയുമായ വീണയ്ക്കെതിരെയുള്ള ED അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഈ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബോഫോഴ്സ് സ്പെക്ട്രം അഴിമതികൾ പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയമാണ് ഇലക്ടറൽ ബോണ്ട്. ഇത് അങ്ങേയറ്റത്തെ അഴിമതിയാണെന്ന നിലപാട് തുടക്കം മുതൽ തന്നെ CPM സ്വീകരിച്ചിരുന്നു. ബോണ്ട് വഴി ഫണ്ട് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്ത പാർട്ടിയാണ് CPM. തെരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി BJPക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത്. എന്താണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മിണ്ടാത്തത്? കോൺഗ്രസിന് മിണ്ടാൻ പറ്റില്ല. അവരും അഴിമതി പണം വാങ്ങിയിട്ടുണ്ട്. 1000 കോടിയിലധികം രൂപ കോൺഗ്രസ് വാങ്ങി. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലെന്ന്. ഈ 1000 കോടിയൊക്കെ എവിടെ പോയി? ED ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ അയ്യോ ഒന്നും ചെയ്യരുത്, ഞാൻ BJP ആയിക്കൊള്ളാം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് രാജ്യത്തുള്ളത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജനങ്ങളെ ഇതൊന്നും പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ചു. വിമാനം കയറി ആലപ്പുഴ എത്തിയപ്പോൾ EDക്ക് സിന്ദാബാദ് വിളിച്ചു. അവിടെ കുർത്തയും ഇവിടെ മുണ്ടും ഷർട്ടും എന്ന വേഷത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് കോൺഗ്രസിന്റെ ശൈലിയാണ്. ഓരോ ഇടത്തും ഓരോ അഭിപ്രായമാണ് ഇവർക്ക്. അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നു എന്ന് കോൺഗ്രസ് പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്നാണ് ഓർമ്മ. എന്നാൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ED സിന്ദാബാദാണ്. ഏത് വിഷയത്തിലായാലും അവർക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ്. കേന്ദ്ര സർക്കാർ എന്താ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ കരുത്തുള്ളവരാണ് പാർലമെന്റിൽ എത്തേണ്ടത്. ഇടതുപക്ഷമാണ് ആ കരുത്ത്. ഇപ്പോൾ ചില UDF നേതാക്കൾ നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും നേരത്തെ MP-മാരാണ്. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള നീക്കം തുടങ്ങിയിട്ട് 5 വർഷമായി. 4 വർഷത്തിനിടയിൽ ഏതെങ്കിലും നൈറ്റിൽ ഇവർ മാർച്ച് നടത്തിയിട്ടുണ്ടോ? രാത്രി പോയിട്ട് പകൽ ഇവർ പാർലമെന്റിൽ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വോട്ട് തട്ടാനുള്ള പരിപാടിയായിട്ടാണ് UDF ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നത്. ഞങ്ങൾ പൗരത്വ നിയമത്തെ കേവലം തെരഞ്ഞെടുപ്പ് വിഷയമായി മാത്രമല്ല കാണുന്നത്. രാജ്യത്തെ കീറിമുറിക്കാനുള്ള നിയമം എന്ന നിലയ്ക്കാണ് ഇടതുപക്ഷം അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയാണ് മുഹമ്മദ് റിയാസ് ആഞ്ഞു തള്ളിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ അണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമം കേരളം നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിലെ വിഡ്ഢിത്തരം ഇപ്പോഴും ചില അണികൾക്കെങ്കിലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇവരെ പോലെയുള്ളവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് റിയാസ് പറയുന്നത് പേടിക്കേണ്ടവർ EDയെ പേടിച്ചാൽ മതി എന്നാണ്. അത് വളരെ ശരിയാണ്. കാരണം മാസപ്പടി വാങ്ങിയത് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയാണ്. അപ്പോൾ പിന്നെ EDയെ ഭയക്കേണ്ടത് വീണയാണ്. വീണ തൻ്റെ ഭാര്യയാണ് എന്നതൊക്കെ ശരി തന്നെ. ആ തരത്തിൽ നോക്കിയാൽ റിയാസിന് ഭയപ്പെടേണ്ട കാര്യമേയില്ല. അത് വളരെ സത്യമാണ്. പിന്നെ മുഹമ്മദ് റിയാസ് പറയുന്ന മറ്റൊരു കാര്യം, ബോണ്ട് വഴി ഫണ്ട് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് നിലപാടെടുത്ത പ്രസ്ഥാനമാണത്രേ CPM. ബോണ്ട് വഴിയൊക്കെ ഫണ്ട് സ്വീകരിക്കാനുള്ള വലിപ്പമൊന്നും ഇപ്പോൾ CPM-നില്ല റിയാസെ. മിക്കവാറും ഈ തിരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പാർട്ടി പദവി പോലും നഷ്ടമാകും. അങ്ങനെ വരുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നവും പോകും. രാജ്യത്തിന്റെ ഇങ്ങേ മൂലയായ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ CPM എന്ന ഗുണ്ടാ സംഘം അവശേഷിക്കുന്നത്. ആ സംഘത്തിന് ഇലക്ടറൽ ബോണ്ടൊക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ അതിന് ഒരാളും തയ്യാറാകില്ല. എന്നിട്ടാണ് മൈക്കിന് മുന്നിൽ നിന്ന് അണികളെന്ന് പറയാൻ കഴിയില്ല, ആശ്രിതർ അങ്ങനെ മതി. കാരണം അണികളൊക്കെ പണ്ടേ പോയി. പിൻവാതിലിലൂടെ കിട്ടിയ ജോലി നിലനിർത്താനും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറിപ്പറ്റാനും കാത്തു നിൽക്കുന്ന വെറും ആശ്രിത കൂട്ടം മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് CPM. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ആര് ഇലക്ടറൽ ബോണ്ട് കൊടുക്കാൻ? ദീപാവലിക്ക് ആകാശത്തേക്ക് വിട്ട വാണം ചീറ്റിപ്പോയാൽ അതിനും ബക്കറ്റും എടുത്ത് പിരിവിനിറങ്ങുന്നവരാണ് സഖാക്കൾ എന്നുകൂടി നിങ്ങൾ അറിയണം. പിന്നെ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ്. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പരാതി. കോൺഗ്രസ് എന്തോ ചെയ്യട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യം. ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം? ഭാര്യയും അമ്മായിയപ്പനും പെട്ടിരിക്കുന്ന പ്രതിരോധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണിതൊക്കെ.
കേന്ദ്ര സർക്കാർ എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് തിരിച്ചു പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിനെ ഉള്ളൂ എന്നാണ് റിയാസിന്റെ മറ്റൊരു തള്ള്. നരേന്ദ്രമോദിയെ കാണുമ്പോൾ കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്ന സ്വന്തം അമ്മായിയപ്പൻ വിജയൻ പിണറായി തന്നെയാണ് ഈ ആർജവത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അണികളെ ആവേശം കൊള്ളിക്കാനല്ലാതെ തൻ്റെ വാക്പയറ്റ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് റിയാസിനും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്ന അന്തം കമ്മികൾക്കും അറിയാം, നമുക്കും അറിയാം. ഏത് സമയവും ED എത്തും എന്ന് റിയാസിനും അറിയാം, പിണറായിക്കും അറിയാം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ട് കാണുന്ന പിണറായിയുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും വരുന്ന കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ചിലതൊക്കെ സംഭവിക്കും എന്നുറപ്പാണ്.